സംസ്ഥാനത്തെയാകെ വിഴുങ്ങിയ 2018 മഹാപ്രളയത്തെയും മറ്റു വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങളെയും ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെയും നാം അതിജീവിച്ചു. ഇക്കൊല്ലമാകട്ടെ സംസ്ഥാനത്ത് മൺസൂൺ മഴ താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ട് കെടുതികളും കാര്യമായി അനുഭവപ്പെട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചതോടെ സ്ഥിതി മാറി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ പ്രളയബാധിതമായി. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികളും പ്രകൃതിക്ഷോഭത്തിന് ഇരകളായി. സംസ്ഥാനത്തിന്റെ ഉത്തര മധ്യഭാഗങ്ങളിലെ ജില്ലകളിലെ പല ഭാഗങ്ങളിലും മഴക്കെടുതികൾ രൂക്ഷമാണ്. ഒട്ടേറെ മരണങ്ങളും ജീവനോപാധികളടക്കം വസ്തുവകകളുടെ നാശവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ദുരിതാശ്വാസത്തിനും ദുരന്ത ലഘൂകരണത്തിനും ചടുലമായി പ്രവർത്തിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ മരവിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം ഏത് ദുർഘട സാഹചര്യങ്ങളെയും സാഹസികമായും കൈകാര്യം ചെയ്ത സർക്കാർ ഏജൻസികൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിലുണ്ടായ ഈ മാറ്റം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ജനങ്ങൾ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചടുലമായി രംഗത്തിറങ്ങാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തത് കടുത്ത വിമർശനത്തിന് ഇടവെച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലോ ജില്ലാ തലങ്ങളിലോ കാര്യക്ഷമമായ കൺട്രോൾ റൂമുകൾ തുറക്കുകയോ മന്ത്രിമാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയോ ചെയ്തില്ല. തീവ്രമഴയുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നതിൽ മുന്നറിയിപ്പ് നൽകുന്നതിലും അധികൃതർ പരാജയപ്പെട്ടതായി പരാതി ഉയർന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാകട്ടെ ജനങ്ങൾക്ക് അത്യാവശ്യമായതൊന്നും തന്നെ എത്തിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പരാതിയുമുണ്ട്. മരുന്നിനും ഭക്ഷണത്തിനും ഉൾപ്പെടെ ക്ഷാമമാണ്. വെള്ളവും വെളിച്ചവുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അന്തേവാസികൾ നരകിക്കുന്നതിന്റെ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ പ്രതിനിധികൾക്ക് പോലും ദുരിതത്തിൽ നിന്ന് രക്ഷയില്ല. ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഉന്നത തലത്തിൽ നിന്ന് ആരും ശ്രമിക്കുന്നില്ല. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലും കോവളത്തും 4 മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ട് കാണാതായതിലും പിന്നീട് രക്ഷാപ്രവർത്തനത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് യഥാസമയം നൽകുന്നതിലും അപകടശേഷം രക്ഷാപ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിലും സർക്കാർ പരാജയപ്പെട്ടതിൽ മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രതിഷേധിക്കേണ്ടി വന്നു. തിരച്ചിലിന് 13 മണിക്കൂറിന് ശേഷമാണ് കോസ്റ്റൽ പോലീസ് എത്തിയത്. ഇതിനിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അമ്മായിയച്ഛന്റെ സുഖവിവരം അന്വേഷിക്കാൻ ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയതിന്റെ വിവരങ്ങളും പുറത്തു വന്നു. പ്രകൃതി ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കിടാൻ വിസമ്മതിച്ച മുഖ്യമന്ത്രി എറണാകുളം, മലപ്പുറം ജില്ലകളിൽ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നാഥനില്ലാത്ത നിലയായിരുന്നു. ഓഗസ്റ്റ് 3 മാത്രമാണ് മുഖ്യമന്ത്രി ഉണർന്ന് പ്രവർത്തിച്ചതും യോഗം വിളിച്ചതും. മഴക്കാലത്തിന് മുന്നോടിയായ ശുചീകരണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് താളം തെറ്റി. മതിയായ ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ ഞെരുക്കുകയാണ്. ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ പ്രേരിതമായും അഴിമതി ലക്ഷ്യമിട്ടും തലങ്ങും വിലങ്ങും മാറ്റുന്നത് സർക്കാരിന്റെ ഫലപ്രദമായ പ്രവർത്തനത്തെ അട്ടിമറിക്കുന്നുണ്ട്. റവന്യൂ, ആരോഗ്യ, തദ്ദേശ ഭരണ വകുപ്പുകളിൽ മാനദണ്ഡങ്ങൾ മുഴുവൻ അട്ടിമറിച്ചാണ് സ്ഥലം മാറ്റം നടന്നത്. പ്രകൃതിക്ഷോഭം നേരിടാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്തെങ്കിലും സങ്കുചിതമായ നടപടികളിൽ നിന്ന് ഭരണരാഷ്ട്രീയ നേതൃത്വം വിട്ടുനിൽക്കണമെന്ന അഭിപ്രായവും ശക്തമാണ്. ദുരിതബാധിതരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ അടിയന്തരമായും ഫലപ്രദമായും ഇടപെടണം. ദുരന്ത നിവാരണ അതോറിറ്റി, കാലാവസ്ഥാ വകുപ്പ്, ഇതര സർക്കാർ ഏജൻസികൾ എന്നിവരുടെ മുന്നറിയിപ്പുകൾ മാനിച്ച് പ്രവർത്തിക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭമാണിത്. മഹാപ്രളയത്തിന്റെ കാലത്ത് കേരളം പ്രകടിപ്പിച്ച ഐക്യവും ത്യാഗപൂർണവുമായ പ്രവർത്തനങ്ങളും ലോകമാകെ അംഗീകരിച്ചതാണ്. നിലവിലെ സാഹചര്യം തരണം ചെയ്യാൻ അതൊക്കെ തന്നെ പ്രചോദനമാകണം.